Today, my topic of discussion is general elements of G-protein coupled receptors. G-protein coupled receptors in importance they are most numerous class of receptors. Numerous cell ഒരു ലിഗാൻഡ് ഇവന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഒരു ലിഗാൻഡ് വന്ന റിസപ്റ്ററിനെ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് ഒരു ട്രൈമറിക് ഇൻടേൺ ആക്ടിവേറ്റ് ട്രൈമറിക് ജി പ്രോട്ടീൻ ഇതിനെ റിസപ്റ്ററിനെ കപ്പിൾ ചെയ്തിട്ട് റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞ ഒരു ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്തപ്പോൾ റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആയി ഇതുമായിട്ട് കപ്പിൾ ചെയ്തിട്ട് ട്രൈമറിക് ജി പ്രോട്ടീൻ ഉണ്ട് ഇവരെ ആക്ടിവേറ്റഡ് ആവും റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇതിനോട് ചേർന്നിരിക്കുന്ന ട്രൈമറിക് ആയിട്ടുള്ള ജി പ്രോട്ടീൻ ആക്ടിവേറ്റഡ് ആവുകയും വിച്ച് ഇൻടേൺ അവരെന്താണ് വേറെ കുറെ പ്രോട്ടീൻ ഡൗൺ സ്ട്രീം ആയിട്ടുള്ള പ്രോട്ടീൻസിനെ എന്താണ് ആക്ടിവേറ്റഡ് ആക്കുകയും ചെയ്യും അതിനെയാണ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത് അതായത് ഒരു പർട്ടിക്കുലർ ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ കുറെ പാത്വേസിനെ ആക്ടിവേറ്റഡ് ആക്കും എന്നുള്ളതാണ് കേട്ടോ ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റേഴ്സിന് ജനറൽ വർക്കിംഗ് ഇങ്ങനെയാണ് ഇനി എല്ലാ GPCR സിഗ്നലിംഗ് പാത്വേസിനും ചില കോമൺ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാ പാത്വേസും ആ കോമൺ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് അതായത് ഇവർക്ക് ഈ എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ GPCR വർക്ക് ചെയ്യുള്ളൂ എന്തൊക്കെയാണ് ആ എലമെന്റ്സ് കോമൺ എലമെന്റ്സ് എന്തൊക്കെയാണ് ഫസ്റ്റ് എന്തായിരിക്കണം GPCR ആണെങ്കിൽ GPCR എന്ന് പറഞ്ഞാൽ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണെങ്കിൽ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ 7 membrane spanning domains ഇതിന് ഈ റിസപ്റ്ററിന് 7 മെംബ്രെയിൻ സ്പാനിങ് ഡൊമെയിൻസ് ഉണ്ടായിരിക്കണം ഒരു ക്യാരക്ടറാണ് റിസപ്റ്റർ ഷുഡ് കണ്ടെയ്ൻ 7 മെംബ്രെയിൻ സ്പാനിങ് ഡൊമെയിൻ അതെന്താണെന്നുള്ളത് നമുക്ക് ഈ താഴോട്ട് പറയാം ഇതില് കുറച്ച് കോമൺ എലിമെന്റ്സ് അതായത് എല്ലാ GPCR റിസപ്റ്ററും ഷെയർ ചെയ്യുന്ന കോമൺ ക്യാരക്ടേഴ്സ് ആണ് പറയണം ഫസ്റ്റ് റിസപ്റ്റർ ഷുഡ് കണ്ടെയ്ൻ എന്തായിരിക്കണം 7 മെംബ്രെയിൻ സ്പാനിങ് ഡൊമെയിൻ അങ്ങനെ ഒരു ഇത് റിസപ്റ്ററിന് ഉണ്ടായിരിക്കണം രണ്ടാമത്തെ ക്യാരക്ടർ GPCR ആ ടേമിൽ തന്നെ ഉണ്ട് എ കപ്പിൾഡ് ട്രൈമറിക് ജി പ്രോട്ടീൻ ഒരു ട്രൈമറിക് ആയിട്ടുള്ള ജി പ്രോട്ടീൻ ഇതിനോട് ചേർന്ന് ഉണ്ടായിരിക്കണം അതെന്താണ് വിച്ച് ഫങ്ഷൻസ് ആസ് എന്താണ് ഒരു സ്വിച്ച് പോലെ ഫങ്ഷൻ ചെയ്യുന്നത് അതായത് ആവശ്യമുള്ളപ്പോ ഓൺ ആവും ആവശ്യമില്ലാത്തപ്പോ അത് സ്വയം ഓഫ് ആവുകയും ചെയ്യും അതായത് ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് സ്റ്റേജസിലോട്ട് രണ്ട് സ്റ്റേജസിലോട്ടും ആവശ്യത്തിനനുസരിച്ച് അതിന് മാറാൻ കഴിവുണ്ട് സ്വിച്ച് പോലെ വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ട്രൈമറി ജി പ്രോട്ടീൻ ഈ റിസപ്റ്ററുമായിട്ട് കപ്പിൾ ചെയ്ത് ഉണ്ടായിരിക്കും നെക്സ്റ്റ് ഇതിനോട് ചേർന്നിട്ട് എ മെംബ്രെയിൻ ബൗണ്ട് ഇഫക്റ്റർ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം അതായത് ഈ റിസപ്റ്റർ ഇതിപ്പോ റിസപ്റ്ററിന്റെ കേസാണ് നമ്മൾ പറയുന്നത് റിസപ്റ്ററിന് 7 ട്രാൻസ്മെംബ്രെയിൻ ഡൊമെയിൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഈ റിസപ്റ്ററിനോട് ചേർന്നിട്ട് ട്രൈമറി ജി പ്രോട്ടീൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു ജി പ്രോട്ടീൻ ആക്റ്റീവ് സ്റ്റേജിലും ഇനാക്റ്റീവ് സ്റ്റേജിലും പെട്ടെന്ന് മാറാൻ കഴിവുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു മൂന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിന് ഈ പർട്ടിക്കുലർ ഇത് ആക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞേ അത് ഒരു പ്രോട്ടീൻ ഏതെങ്കിലും ഒരു പ്രോട്ടീൻസിനെ ആണല്ലോ ആക്ടിവേറ്റ് ചെയ്യുക ട്രൈമറി ജി പ്രോട്ടീൻ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അത് അതിന്റെ താഴെയുള്ള സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പ്രോട്ടീൻസുകൾ ഉണ്ട് ഈ പ്രോട്ടീനുകളെ ഇവരെന്ത് ചെയ്യും ആക്ടിവേറ്റഡ് ആക്കും അപ്പൊ എന്താണ് ഈ ഇതിനോടനുബന്ധിച്ചിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള ട്രാൻസ്മെംബ്രെയിൻ അല്ലെങ്കിൽ ഇഫക്റ്റർ പ്രോട്ടീൻ മെംബ്രെയിൻ ബൗണ്ടായിട്ടോ അല്ലാതെയോ ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് റെഗുലേഷൻ അതായത് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ
ഈ GPCR റിസപ്റ്റർ എന്ന് പറയുന്നത് ഇനാക്ടിവേറ്റ് ആവണം, സ്വയം ഇനാക്ടിവേറ്റ് ആക്കണം. അതായത് ഇറ്റ് ഈസ് ദി ഡീസെൻസിറ്റൈസേഷൻ ഓഫ് സിഗ്നലിംഗ് പാത്വേ. ആ സിഗ്നലിംഗ് പാത്വേ അവിടെ ബ്ലോക്ക് ചെയ്യണം. എപ്പോഴാണോ ആവശ്യം കഴിഞ്ഞത് അവിടെ അത് ഡീസെൻസിറ്റൈസ് ചെയ്യണം. അതിനാണ് ഫീഡ്ബാക്ക് റെഗുലേഷൻ. ഇത്രയും ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു GPCR റിസപ്റ്റർ വർക്ക് ചെയ്യുള്ളൂ. ദെൻ GPCR റിസപ്റ്ററിന്റെ നമുക്ക് കോമൺ സ്ട്രക്ചർ നോക്കാം. അപ്പൊ അതിനെന്താ നമ്മൾ ആ ഫസ്റ്റ് ക്യാരക്ടർ എന്താ പറഞ്ഞേ? ഇറ്റ് ഷുഡ് ഹാവ് എന്താണ് 7 ട്രാൻസ് മെംബ്രെയിൻ ഹെലിസസ് അല്ലെങ്കിൽ ആൽഫ ഹെലിക്കൽ റീജിയൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആൽഫ ഹെലിക്കൽ റീജിയൻസ് നമുക്ക് ഇപ്പൊ ഇതാണ് ഒരു മെംബ്രെയിൻ പോർഷൻ ആണെന്ന് വിചാരിക്കുക. ഇതാണ് മെംബ്രെയിൻ പോർഷൻ. അതിന് 7 ട്രാൻസ് മെംബ്രെയിൻ ഹെലിസസ് വേണം. ഇപ്പൊ GPCR റിസപ്റ്ററിന് 7 ട്രാൻസ് മെംബ്രെയിൻ ഹെലിസസ് ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഇതൊരു GPCR റിസപ്റ്ററിന്റെ സ്ട്രക്ചറാണ് ഇവിടെ വരച്ചു വെച്ചിരുന്നത്. അതിന് 7 ട്രാൻസ് മെംബ്രെയിൻ ഹെലിക്കൽ റീജിയൻസ് വേണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് അതിനെ H1 അതിനെ ഡിനോട്ട് ചെയ്യാം. H1, H2, H3, H4, H5, H6 and one more. G protein coupled receptors 7 transmembrane alpha helical structures ഉണ്ട് എന്ന് പറഞ്ഞു. അതിനെ നമുക്ക് H1 to H7 ഡിനോട്ട് ചെയ്യാം. അതാണ് ഇവിടെ വരച്ചു വെച്ചിരുന്നത്. നെക്സ്റ്റ് ഇറ്റ് ഈസ് ദി എക്സ്ട്രാ സെല്ലുലാർ ഡൊമെയിൻ ഓഫ് ദി മെംബ്രെയിൻ. ഇതൊരു മെംബ്രെയിന്റെ പടമാണ് നമ്മൾ വരച്ചു ചെയ്യുന്നത്. അതിൽ റിസപ്റ്റർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. Then it is the cytosolic domain. ഇനി ഇതിന് 4 extracellular segments and 4 cytosolic segments in addition ആയിട്ടുണ്ട്. 4 extracellular phase ഉണ്ട്, 4 cytosolic ഇതുണ്ട്. ആൻഡ് എപ്പോഴും N terminus is on the exoplasmic phase. എക്സോപ്ലാസ്മിക് ഫേസിലായിരിക്കും N ടെർമിനൽ ആൻഡ് C ടെർമിനസ് എന്ന് പറയുന്നത് സൈറ്റോസോളിക് ഫേസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ആയിരിക്കും. നമ്മൾ ഇതിൽ പറഞ്ഞു 4 ഇൻ അഡീഷൻ, ഇത് മെംബ്രെയിൻ സ്പാനിങ് എന്ന് പറഞ്ഞിട്ട് 7 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഇൻ അഡീഷൻ 4 എണ്ണം എക്സ്ട്രാ സെല്ലുലാർ ഡൊമെയിനിൽ ഈ റിസപ്റ്ററിന്റെ എന്തൊക്കെയോ പാർട്സുകൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് 4 എണ്ണം എന്ന് പറയുന്നത് സൈറ്റോസോളിക് ഡൊമെയിനിലും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് തമ്മില് കണക്ട് ചെയ്യാനാണ് കേട്ടോ. ഇങ്ങനെയാണ് കണക്ഷൻ വന്നത്. ഇതിന് നമുക്ക് പേര് കൊടുക്കാം. അതായത് എക്സ്ട്രാ സെല്ലുലാർ ഡൊമെയിനില് E1, E2, E3 ആൻഡ് E4. അത് എക്സ്ട്രാ സെല്ലുലാർ ഡൊമെയിനിലുള്ള പാർട്സ് ആണ്, റിസപ്റ്ററിന്റെ പാർട്സ്. ദെൻ ഇതെന്ന് പറയുന്നത് എന്താണ്? മെംബ്രെയിൻ സ്പാനിങ് ഡൊമെയിനിലുള്ളത്. ദെൻ സൈറ്റോസോളിക് ഡൊമെയിനില് ഇതേപോലെ തന്നെ ഇവര് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് പേര് കൊടുക്കാം. ഇതിന് സൈറ്റോസോളിക് ഡൊമെയിൻ എന്നാണല്ലോ. അപ്പൊ എന്താണ്? C1, C2, C3 ആൻഡ് C4. C4ലാണ് കാർബോക്സി ടെർമിനൽ. ഇതെന്ന് പറയുന്നത് എന്താണ്? അമിനോ ടെർമിനൽ. N ടെർമിനൽ എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രാ സെല്ലുലാർ ഡൊമെയിനിലാണ്. ആൻഡ് കാർബോക്സി ടെർമിനൽ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് ഡൊമെയിനിലാണ്. അതിൽ വേറൊരു കാര്യം കൂടെ, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കാർബോക്സി ടെർമിനൽ സെഗ്മെന്റ് ഓഫ് ദി C4 ആൻഡ് C3 ലൂപ്പ്. C4ന്റെയും C3 ലൂപ്പിന്റെ അവിടെയും and sometimes in C2 loop involved in the interactions of G protein, primary G protein ഈ പർട്ടിക്കുലർ എൻഡിലാണ് വന്ന് നിൽക്കുന്നത്. ഇന്ററാക്ട് ചെയ്യുന്നത് പ്രൈമറി G പ്രോട്ടീൻ എന്ന് പറയുന്നത് റിസപ്റ്ററുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്നു പറഞ്ഞില്ലേ.
അപ്പൊ ജി പ്രോട്ടീൻ ഇവിടെ എവിടെയാണ് ഇരിക്കുന്നത്, ഈ ഇവിടെ എവിടെയോ ഉള്ള ഒരു പോർഷനിലാണ് ജി പ്രോട്ടീൻ ഇരിക്കുന്നത്. അവ ഇന്ററാക്ട് ചെയ്യുന്നത് കാർബോക്സി ടെർമിനൽ ഓഫ് ദി C4 ആൻഡ് C3 ലൂപ്പ് ആൻഡ് സംടൈംസ് C2 ലൂപ്പ്. മനസ്സിലായില്ലേ? അതൊരു ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ്. ഇനി എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവർ ചെയ്യുന്നത് ആക്ടിവേറ്റ് ദി എക്സ്ചേഞ്ച് ഓഫ് GTP ഫോർ GDP. GTPക്ക് പകരം എന്ത് ചെയ്തു? അവര് GDPക്ക് പകരം GTP എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ജി പ്രോട്ടീൻ കപ്പിൾഡ് ആണെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എവിടെയോ ആയിട്ടാണ് ജി പ്രോട്ടീൻ ഇരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത്, ഇവിടെ എവിടെയോ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ജി പ്രോട്ടീൻ എന്ന് പറയുന്നത് ട്രൈമറിക്കാണെന്ന് നമ്മൾ പറയുന്നത്. അതായത് ജി പ്രോട്ടീൻ മോളിക്യൂള് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 3 യൂണിറ്റ്സ് ഉണ്ട്, 3 യൂണിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. 3 യൂണിറ്റ്സ് ആണ് ജി പ്രോട്ടീൻ ഉള്ളത്. അതില് ബീറ്റയും ഗാമയും സദാസമയം ലിങ്ക് ചെയ്തിട്ട് ഒരുമിച്ച് ലിങ്ക് ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ജി ബീറ്റ ഗാമ യൂണിറ്റ് എന്ന് പറയാം, കുറച്ചും കൂടെ ഇതിനായിട്ട്. റെസ്റ്റിംഗ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ജി ആൽഫ, റെസ്റ്റിംഗ് സ്റ്റേജില് ജി ആൽഫ, ഇതിനെ ജി ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യാം. ജി ആൽഫ ബൗണ്ട് ടു GDP. റെസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുക. അതായത് റെസ്റ്റിംഗ്, വാട്ട് ഡു യു മീൻ ബൈ റെസ്റ്റിംഗ്? റെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തൗട്ട് എനി സിഗ്നൽ. സിഗ്നൽ ഒന്നും കിട്ടിയിട്ടില്ല, വെറുതെ ഇരിക്കുകയാണ് സെല്ല് എന്നുണ്ടെങ്കിൽ എന്താണ്? ജി ആൽഫ റിമെയിൻ ബൗണ്ട് ടു GDP ആൻഡ് ഓൾസോ ടു ജി ബീറ്റ ഗാമ. ജി ബീറ്റ ഗാമയായിട്ടും ജി ആൽഫ GDP ആയിട്ടും ബൈൻഡ് ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? ഇനി ആക്ടിവേറ്റഡ് ആവുമ്പോഴാണ് GDP മാറിയിട്ട് അതിന് പകരം GTP വരുന്നത് കേട്ടോ. ഏതായാലും ഹ്യൂമൻസിൽ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ജി പ്രോട്ടീന്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 21 ഡിഫറന്റ് ജി ആൽഫ യൂണിറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അതിനെ കോഡഡ് ബൈ 16 ജീൻസ് ആൻഡ് 6 ജി ബീറ്റ ആൻഡ് 12 ജി ഗാമ സബ് യൂണിറ്റ്സ് ഇപ്പൊ ഓൾറെഡി ഹ്യൂമൻസിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്രയും മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ജനറൽ മെക്കാനിസം ഓഫ് ദി ആക്ടിവേഷൻ ഓഫ് ഇഫക്റ്റർ പ്രോട്ടീൻസ് അസോസിയേറ്റഡ് വിത്ത് ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റേഴ്സ്. എങ്ങനെയാണ് ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റേഴ്സ് അതിനോട് ചേർന്നിരിക്കുന്ന ഇഫക്റ്റർ പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? അതിന് എന്തെങ്കിലും മെക്കാനിസം ഉണ്ടോ? എന്താണ് ജനറൽ മെക്കാനിസം? അപ്പൊ നമുക്ക് ആദ്യം തന്നെ റിസപ്റ്ററിന്റെ വർക്കിംഗ് കുറച്ചും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ ഡയഗ്രാം വരച്ചിട്ട് പോവാം, എന്നാലേ കുറച്ചും കൂടെ അത് ക്ലിയർ ആവുള്ളൂ. അപ്പൊ ഒരു റെസ്റ്റിംഗ് സ്റ്റേജ് ആണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോ റെസ്റ്റിംഗ് സ്റ്റേജിലുള്ള ഒരു മെംബ്രെയിൻ വരയ്ക്കാൻ പോവാണ് കേട്ടോ. വെൻ ഇറ്റ് ഈസ് ഇൻ റെസ്റ്റിംഗ് സ്റ്റേജ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റിസപ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിസപ്റ്റർ ഇനാക്റ്റീവ് ആയിരിക്കും. അതിനോട് അസോസിയേറ്റുള്ള ജി പ്രോട്ടീൻ ഇനാക്ടിവേറ്റഡ് ആയിരിക്കും. ഓൾസോ നമ്മള് ഇനാക്റ്റീവ് ആയിരിക്കും. ഇഫക്റ്റ് എന്താണ് വരച്ചൊക്കെയാണ്. അപ്പൊ അതിൽ ഇതാണ് മെംബ്രെയിൻ. ഇറ്റ് ഈസ് ദി ആക്ച്വൽ മെംബ്രെയിൻ. മെംബ്രെയിനെ വരച്ചു വെച്ചൊക്കെയാണ്. ഈ മെംബ്രെയിന്റെ മുകളിലിരിക്കുന്ന റിസപ്റ്ററും ജി പ്രോട്ടീൻ ഇഫക്റ്റർ ഇതൊക്കെ നമ്മൾ ഇരിക്കും. അപ്പൊ എന്താണ് ഇതില് ഇവിടെ റെസ്റ്റിംഗ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? റിസപ്റ്റർ ഷുഡ് ബി, റിസപ്റ്റർ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിരിക്കും. ഇനാക്റ്റീവ് റിസപ്റ്റർ വിത്തൗട്ട് എനി സിഗ്നൽ. അപ്പൊ ഇതില് ഇതും കൂടെ എഴുതണം. അതായത് ഇത് എക്സ്റ്റീരിയർ സൈഡാണ്. ദെൻ ഇറ്റ് ഈസ് ദി സൈറ്റോസോൾ. സൈറ്റോസോൾ ഈ സൈഡാണ്. ദെൻ ഇറ്റ് ഈസ് ദി ട്രൈമറിക് ജി പ്രോട്ടീൻ. ഇതാണ് ട്രൈമറിക് ആയിട്ടുള്ള ജി പ്രോട്ടീൻ. ഇതില് നമ്മൾ പറഞ്ഞു ഇതിന് 3 സബ് യൂണിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത്
G alpha subunit ആണ്. നെക്സ്റ്റ് ഈസ് ദി G beta gamma. അതെന്ന് പറയുന്നത് എപ്പോഴും ഒരുമിച്ചിരിക്കുന്നു പറഞ്ഞു. രണ്ട് ഇതാണെങ്കിലും 2 യൂണിറ്റ് ആണെങ്കിലും അത് ഒരുമിച്ചിരിക്കും. ഒരെണ്ണം എന്ന് പറയുന്നത് G, ഇത് ഇറ്റ് ഈസ് ദി G gamma and it is the G beta. Then G alpha subunit നമ്മൾ എന്താ പറഞ്ഞേ, റെസ്റ്റിംഗ് സ്റ്റേജില് എപ്പോഴും GDP വന്ന് ബൈൻഡ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ദി ഇതിനോട് ചേർന്നിട്ട് കുറച്ചു മാറിയിട്ട് എന്തുണ്ടെന്ന് പറഞ്ഞു, ഇഫക്റ്റാർ പ്രോട്ടീൻ ഇരിക്കുന്നത് പറഞ്ഞു. ഇഫക്റ്റാർ പ്രോട്ടീൻ ഇരിക്കുന്നത് അതും എന്താണ്, ഇനാക്റ്റീവ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. ഇത്രയാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത്. അതായത് റെസ്റ്റിംഗ് സ്റ്റേജില് റിസപ്റ്റർ ഇനാക്റ്റീവ് ആയിരിക്കും, G പ്രോട്ടീൻ കപ്പിൾ ചെയ്തിരിക്കുന്നത് ഇനാക്റ്റീവ് ആയിരിക്കും, ആൻഡ് ഇഫക്റ്റാർ ഇനാക്റ്റീവ് ആയിരിക്കും. നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ആക്ടിവേഷൻ ഓഫ് ദി ഇഫക്റ്റർ പ്രോട്ടീൻ. ഇഫക്റ്റർ പ്രോട്ടീൻ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഇഫക്റ്റർ പ്രോട്ടീൻ അത് വേറെ കുറെ പ്രോട്ടീൻസിനെ ആക്ടിവേറ്റഡ് ആക്കും. എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റേജില് ബൈൻഡിങ് ഓഫ് ഹോർമോൺ ഇൻഡ്യൂസസ് എ കൺഫർമേഷണൽ ചേഞ്ച് ഇൻ റിസപ്റ്റർ. ഹോർമോണില് അല്ല റിസപ്റ്ററില് വന്നിട്ട് ഒരു ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ റിസപ്റ്ററിന് ഒരു കൺഫർമേഷണൽ ചേഞ്ച് വരും. അപ്പൊ നമ്മൾ ഇപ്പൊ പറയാൻ പോണത് എന്താണ്, ഇനി ഇത് ആക്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ, ആക്ടിവേറ്റഡ് ആവാനായിട്ട് ഒരു ഹോർമോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞു, ഹോർമോൺ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ എഴുതാൻ പോവാണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പില് ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജില് ബൈൻഡിങ് ഓഫ് ഹോർമോൺ ഇൻഡ്യൂസസ് എ കൺഫർമേഷണൽ ചേഞ്ച് ഇൻ എ റിസപ്റ്റർ. റിസപ്റ്ററിലോട്ട് വന്നിട്ട് ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് റിസപ്റ്ററിന് ഒരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എന്താണ് അത്, ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്യേണ്ടത് എവിടെയാണ്, ഫസ്റ്റ് സ്റ്റേജിൽ. അതാണ് ഇതാ റിസപ്റ്ററിന്റെ സ്ഥലത്ത് വന്നിട്ട് ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്തു. ഹോർമോൺ ഓർ സിഗ്നൽ ഓർ വാട്ട് എവർ മേ ബി ഇൻഡ്യൂസസ് എ കൺഫർമേഷണൽ ചേഞ്ച് ഇൻ ദി റിസപ്റ്റർ. അപ്പൊ റിസപ്റ്ററിൽ എന്തായാലും കൺഫർമേഷണൽ ചേഞ്ച്, ഇത് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവണം. അപ്പൊ എന്താണ്, പിന്നെ ഇനാക്റ്റീവ് റിസപ്റ്റർ എന്ന് പറയണേല് അർത്ഥമില്ല, മനസ്സിലായില്ലേ. റിസപ്റ്റർ ഷുഡ് ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ഇൻഡ്യൂസസ് എ കൺഫർമേഷണൽ ചേഞ്ച്. നമ്മൾ അതിനനുസരിച്ച് കൺഫർമേഷണൽ ചേഞ്ച് ഇൻ ദി റിസപ്റ്റർ. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ആ സ്റ്റേജ് ഇപ്പൊ ആയി കഴിഞ്ഞു. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ്, ആക്ടിവേറ്റഡ് റിസപ്റ്റർ ബൈൻഡ് ടു G alpha subunit. Then അപ്പൊ ആക്ടിവേറ്റഡ് റിസപ്റ്റർ ബൈൻഡ് ടു G alpha subunit. അപ്പൊ എന്താണ്, G alpha subunit ആക്ടിവേറ്റഡ് ആയിട്ടുള്ള റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആയി അത് G alpha subunitൽ വന്ന് ബൈൻഡ് ചെയ്യണം. തേർഡ് സ്റ്റെപ്പ് ഈസ് ദി ആക്ടിവേറ്റഡ് റിസപ്റ്റർ causes a conformational change in G alpha, triggering the dissociation of GDP. അപ്പൊ ഈ ആക്ടിവേറ്റ് ആയിട്ടുള്ള റിസപ്റ്റർ G alpha വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്തു, G alpha ഒരു കൺഫർമേഷണൽ ചേഞ്ച് വരികയും അത് GDP അതിന്ന് ഡിസോസിയേറ്റ് പോവാൻ ഇടയാവുകയും ചെയ്യുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞത്. അപ്പോ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്, GDP ഡിസോസിയേറ്റ് ചെയ്ത് പോയി. ഇതല്ലേ ദ ഡിസോസിയേഷൻ ഓഫ് GDP. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്, ഡിസോസിയേഷൻ ഓഫ് GDP.
dissociation of GDP from എന്താ പറഞ്ഞേ G alpha subunit. G alpha subunit എന്ത് ചെയ്തു GDP dissociate ചെയ്തു പോയി. Then fourth stage binding of GTP to G alpha. അപ്പൊ GDP പോയത് എന്തിനു വേണ്ടിയിട്ടാ GDPക്ക് പകരം GTP വന്ന കാരണം അല്ലേ. അപ്പൊ ഫോർത്ത് സ്റ്റേജില് ബൈൻഡിങ് ഓഫ് GTP to G alpha. GDPക്ക് പകരം GTP വന്ന ബൈൻഡ് ചെയ്യുമ്പോൾ dissociation of GDP from എന്താ പറഞ്ഞേ G alpha subunit. G alpha subunit എന്ത് ചെയ്തു GDP dissociate ചെയ്തു പോയി. Then fourth സ്റ്റേജില് ബൈൻഡിങ് ഓഫ് GTP to G alpha. അപ്പൊ GDP പോയത് എന്തിനു വേണ്ടിയിട്ടാ ബൈൻഡിങ് ഓഫ് GTP to G alpha. G alphaയിലോട്ട് GTP വന്ന ബൈൻഡ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് triggering the dissociation of G alpha both from receptor and also from beta gamma അല്ലേ. അതായത് GTP G alpha യൂണിറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ G alpha ഇതിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് പോകും. G alpha ഇതിന്ന് സെപ്പറേറ്റഡ് ആവും. എന്താണ് G alpha ഇപ്പോൾ ഓൾറെഡി റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ അത് റിസപ്റ്ററിന്നും വിട്ടുപോവും, കൂടാതെ ഇവിടുന്ന് വിട്ടുപോവും ഓൾസോ G beta gamma. G beta gamma അപ്പുറത്തിരിക്കേണ്ടത്. അപ്പൊ ഇവരെ രണ്ടുപേരെയും ഡിസോസിയേറ്റ് ചെയ്യും ആര് G alpha. G alphയ്ക്ക് GDPക്ക് പകരം GTP കിട്ടുന്ന സമയത്ത് G alpha GTP dissociate from both from receptor and also from G beta gamma. നെക്സ്റ്റ് സ്റ്റേജില് അതായത് ഫിഫ്ത്ത് സ്റ്റേജില് എന്താണ് ഉണ്ടാവുക ഫിഫ്ത്ത് സ്റ്റേജില് ഹോർമോൺ ഡിസോസിയേറ്റ്സ് ഫ്രം റിസപ്റ്റർ. എന്തുകൊണ്ടാണ് ഹോർമോൺ റിസപ്റ്ററിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. എന്തുകൊണ്ടാണ് അതങ്ങനെ റിസപ്റ്ററിന്ന് പോകുന്നത്? ബിക്കോസ് ഇത് ഓൾറെഡി ആക്റ്റീവായി കഴിഞ്ഞു, റിസപ്റ്റർ ആക്റ്റീവായി കഴിഞ്ഞു, അതിനുള്ള പർട്ടിക്കുലർ ആക്ടിവിറ്റിയും തുടങ്ങിക്കഴിഞ്ഞു അല്ലേ. ഇനി റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആക്കി വെക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ് ഹോർമോൺ ഡിസോസിയേറ്റ് ചെയ്ത് പോയി ഫ്രം റിസപ്റ്റർ ഒന്നാമത്തെ. രണ്ടാമത്തെ G alpha bind to effector. G alpha ഇഫക്റ്ററുമായിട്ട് ചെന്ന് ബൈൻഡ് ചെയ്യും. നെക്സ്റ്റ് ഇറ്റ് ആക്ടിവേറ്റ് ഇറ്റ് ഏതിനെ ഇഫക്റ്ററിനെ ആക്ടിവേറ്റ്. അപ്പൊ G alpha ഇഫക്റ്ററിൽ അതിന്റെ പർട്ടിക്കുലർ പൊസിഷനിൽ വന്ന് ബൈൻഡ് ചെയ്യും. സെക്കൻഡ് എന്താണ് ഇറ്റ് ആക്ടിവേറ്റ് ദി ഇഫക്റ്റർ മോളിക്യൂൾ. നെക്സ്റ്റ് ഫിഫ്ത്ത് സ്റ്റേജിൽ എന്താ നമ്മൾ പറഞ്ഞേ ഹോർമോൺ ഡിസോസിയേറ്റ്സ് ഫ്രം ദി റിസപ്റ്റർ. ഹോർമോൺ ഡിസോസിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു. ദെൻ G alpha bind to effector and activate it. അപ്പൊ ഇതാണ് G alpha. Leave G beta gamma and also receptor. റിസപ്റ്ററിനെയും G beta gamma അവിടെ പർട്ടിക്കുലർ പൊസിഷനിൽ നിർത്തിയിട്ട് G alpha GTP കിട്ടിയ ഉടനെ തന്നെ എങ്ങോട്ട് ചെയ്തു ഇഫക്റ്റർ മോളിക്യൂളിൽ വന്ന് ബൈൻഡ് ചെയ്തു. ആൻഡ് ഓൾസോ ആക്ടിവേറ്റിംഗ് ഇറ്റ്. അപ്പൊ ഇതിനെ ആക്ടിവേറ്റഡ് ആക്കി കഴിഞ്ഞു. അപ്പൊ എന്തുണ്ടായി ഇതിനെ ആക്ടിവേറ്റഡ് ആക്കി. ഓക്കെ ഇഫക്റ്റർ ആക്ടിവേറ്റഡ് ആയി. ഇഫക്റ്റർ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പിന്നെ നമ്പർ ഓഫ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേസ് ആണ് നടക്കുന്നത് അല്ലെ. ഇവിടെ GTP ഇവിടെ ബൈൻഡ് ചെയ്തിരിക്കുകയാണല്ലോ. റേറ്റ് ഓഫ് GTP ഹൈഡ്രോളിസിസ്
further enhanced by the binding of G-alpha GTP to the effector. G-alpha GTP effectoril vannu bind cheyyuna critical momentilana GTP hydrolysis nadakkunathu. So, ee effector ne namukku veroru perum parayam GTPase activating protein. GTPase activating protein or GAP. ഈ ഇഫക്റ്റർ പ്രോട്ടീനെ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? when G-alpha GTP bind to the effector molecule, it triggers or enhances the hydrolysis of GTP. So it is effector protein is also called GTPase activating protein or GAP. Then hydrolysis, sixth step hydrolysis of GTP to GDP. GTP hydrolysis ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവുക? GDP അല്ലേ? hydrolysis of GTP to GDP. GDP ആയിട്ട് hydrolysis causes the dissociation of G-alpha from effector and reassociated with G-beta gamma. അതായത് ഇത് ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ G-alpha ഇതിന്ന് ഈ എഫക്റ്റർ മോളിക്യൂളിന്ന് ഡിസോസിയേറ്റ് ചെയ്യുകയും G-beta ഗാമയിൽ വന്ന് തിരിച്ചു വന്ന് ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നെക്സ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് അതാണ്. അതായത് ഇത് ഇഫക്റ്റർ പ്രോട്ടീൻ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ then G-alpha അതിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോണം. Hydrolysis of GTP to GDP causes dissociation of G-alpha from effector and reassociation of G-alpha with G-beta gamma. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജില് ഇതല്ലേ കണ്ടത്? ഇത് G-alpha, ഇത് ബീറ്റ ഗാമ, then inactive effector and inactive receptor. എന്തുകൊണ്ടാണ് ഇഫക്റ്റർ ഇനാക്റ്റീവ് ആയത്? ഇഫക്റ്റർ ഒരു പർട്ടിക്കുലർ ഇഫക്റ്റർ ഓർ പർട്ടിക്കുലർ റെസ്പോൺസ് സെല്ലിന്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് ആ റെസ്പോൺസിന്ന് ഇനി പോവുക വേണ്ടോ താഴോട്ട്? അപ്പൊ ഇഫക്റ്ററും ഇനാക്റ്റീവ് ആയി കഴിഞ്ഞു അല്ലേ? അതായത് ഫീഡ്ബാക്ക് റെഗുലേഷൻ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ റെസ്പോൺസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ റെസ്പോൺസ് അവസാനിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് ഇവിടുന്ന് തിരിച്ച് സെയിം പൊസിഷനിലോട്ട് തന്നെ തിരിച്ചവിടെ തന്നെ വന്നിരിക്കും.